നമസ്കാരം, എല്ലാവർക്കും മോട്ടോ വേൾഡ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഓണമൊക്കെ പ്രമാണിച്ച് ചെറിയ വൈറൽ ഫീവറൊക്കെ കിട്ടിയിരിക്കുകയായിരുന്നു, കുറച്ച് കിടപ്പായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോഴാണ് നമ്മളൊന്ന് ഒരു വീഡിയോ ചെയ്യാനുള്ള രീതിയിൽ ഓക്കെ ആയത്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ഇതുപോലെ വീട്ടിലേക്ക് ഇരിക്കുന്ന, നമുക്ക് പ്രത്യേകിച്ച് എങ്ങോട്ടും പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ OTTയിൽ ഈ ആഴ്ചയിൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലായിട്ട് റിലീസാവാൻ പോകുന്ന സിനിമകളെ പറ്റിയും അതിൻ്റെ വിശേഷങ്ങളുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ആദ്യത്തെ സിനിമ രഞ്ജിത്ത് സംവിധാനം ചെയ്ത് വിക്രം അഭിനയിച്ച് തിയേറ്ററുകളിലൊക്കെ വളരെ ഓളം ഉണ്ടാക്കിയ തങ്കലാൻ എന്ന് പറയുന്ന സിനിമയാണ്. അത് നമുക്കറിയാം, വളരെ വ്യത്യസ്തമായൊരു റോളാണ് അതിൽ വിക്രം ചെയ്തിട്ടുള്ളത്. ലുക്ക് വൈസ് ആണെങ്കിലും അതിൻ്റെ ഒരു പ്ലോട്ടാണെങ്കിലും എല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. അപ്പോൾ ഈ സിനിമ സെപ്റ്റംബർ 20 നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ട്. സോ അത് എനിക്കെല്ലാവർക്കും കാണാവുന്നതാണ്. അടുത്ത സിനിമ എന്ന് പറയുന്നത് ബയോപിക് ഓഫ് എ മില്യൺ ബോയ്സ് എന്ന് പറയുന്നൊരു ടൈറ്റിലിൽ വന്ന വാഴ എന്ന മലയാളം സിനിമയാണ്. ഒരുപാട് പുതുമുഖങ്ങൾ, നമ്മളെ ഇൻസ്റ്റയിലൊക്കെയുള്ള ഹാഷിർ അടക്കമുള്ള പല ആൾക്കാരും അഭിനയിച്ച വാഴ എന്ന സിനിമ. ഈ പടം സെപ്റ്റംബർ 23 ഹോട്ട്സ്റ്റാറിൽ വരും. സോ അത് എല്ലാവർക്കും കാണാവുന്നതാണ്. എനിക്കും ഇവിടുത്തെ തിയേറ്ററുകളിൽ ആ സിനിമ ഉണ്ടായിരുന്നില്ല. സോ എനിക്കും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ OTTക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ വാഴൈ എന്ന് പറഞ്ഞ വേറൊരു സിനിമയും കൂടി ഉണ്ട്. അത് നമ്മുടെ മലയാളത്തിൻ്റെ തമിഴ് പരിപാടിയൊന്നുമല്ല. മാരി സെൽവരാജിൻ്റെ വാഴൈ എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമയും കൂടെ റിലീസാവുന്നുണ്ട്. അത് 27 ഹോട്ട്സ്റ്റാറിൽ തന്നെ കിട്ടും. സെപ്റ്റംബർ 27 ഹോട്ട്സ്റ്റാറിൽ ആ സിനിമ വരുന്നതാണ്. അത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ ഹാൻഡിൽ ചെയ്യുന്നൊരു സിനിമയാണ്. തിയേറ്ററുകളിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല റിപ്പോർട്ട്സാണ് കിട്ടുന്നത്. സോ സെപ്റ്റംബർ 27 എല്ലാവർക്കും അത് ഹോട്ട്സ്റ്റാറിൽ കാണാൻ പറ്റും. അപ്പോൾ ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്ത ലാൽ സലാം എന്ന് പറയുന്ന സിനിമ, ഇത് നമുക്കറിയാം തിയേറ്ററുകളിൽ വന്നപ്പോൾ വളരെ പരാജയപ്പെട്ടൊരു സിനിമയായിരുന്നു. പരാജയപ്പെട്ടതിന് അവർ പറഞ്ഞ കാരണം അവരുടെ കുറേ ഫുട്ടേജ് ഡിലീറ്റായിപ്പോയി എന്നും അവർക്ക് എന്നിട്ടുള്ളത് വെച്ചിട്ട് അവർക്ക് എന്തോ ചെയ്യേണ്ടി വന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നു അവർക്ക് ഈ ഡിലീറ്റായ മിസ്സായിപ്പോയ ഫുട്ടേജുകളെല്ലാം അവർക്ക് തിരിച്ച് കിട്ടിയെന്നും അതുകൊണ്ട് അവർ സിനിമ മുഴുവൻ ഒന്നും കൂടെ വീണ്ടും എഡിറ്റൊക്കെ ചെയ്ത് ഒരു പുതിയ രീതിയിലാണ് ഈ സിനിമ അവതരിപ്പിക്കുന്നത് OTTയിൽ എന്നാണ് അവർ പറയുന്നത്. സോ സെപ്റ്റംബർ 20 അത് സൺ നെക്സ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. മേ ബി എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ മേ ബി പടം അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ അതല്ലാതെ എനിക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ട് പറയാൻ ആഗ്രഹമുള്ളൊരു സംഗതി എന്ന് പറഞ്ഞാൽ 1000 ബേബീസ് എന്ന് പറയുന്നൊരു ഹോട്ട്സ്റ്റാർ സ്പെഷ്യൽസ് ആയിട്ട് റഹ്മാനെ നായകനാക്കിയിട്ടുള്ളൊരു സംഭവം വന്നിട്ടുണ്ട്. ഒരു മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിൽ പെടുന്ന ഒരു സംഭവമാണത്. അതിലെനിക്കൊരുപാട് സന്തോഷമുണ്ട്. റഹ്മാനെ വീണ്ടും ഇതേപോലെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നതിൽ എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു നടനായിരുന്നു പണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ വീണ്ടും ഇങ്ങനത്തെ ഒരു തിരിച്ചുവരവ് നടത്തുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സോ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നാനി അഭിനയിക്കുന്ന സരിപോദ ശനിവാരം എന്ന് പറയുന്ന തെലുങ്ക് സിനിമയാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് ഒരുപാട് നല്ല റിപ്പോർട്ട്സ് ആയിരുന്നു. SJ സൂര്യയാണ് അതിനകത്ത് വില്ലനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു തമ്മിൽ വളരെ നല്ലൊരു ക്ലാഷും നല്ലൊരു മാസ് ആൻഡ് ക്ലാസ് കമ്പൈൻഡ് ആയിട്ടുള്ളൊരു പടമാണിത് എന്നാണ് പറഞ്ഞു കേട്ടത്. ഈ പടം 27 നെറ്റ്ഫ്ലിക്സിൽ വരുന്നുണ്ട്. സോ എല്ലാവർക്കും അത് അവിടെ പോയി കാണാവുന്നതാണ്. സോ ഇതെല്ലാം നമുക്ക് ഈ മാസം സെപ്റ്റംബറിൽ തന്നെ റിലീസ് വരുന്ന, അതായത് OTT റിലീസ് വരുന്ന സിനിമകളാണ്. ഇതിൽ കൂടാതെ ഇനി അടുത്ത മാസം വരുന്നതും അതിൻ്റെ അടുത്ത മാസം വരുന്നതും ഒക്കെ ആയിട്ട് നമുക്ക് പുതിയ വീഡിയോസ് ഉണ്ടാവും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ നമുക്കതൊക്കെ കാണാൻ പറ്റും. പിന്നെ അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ